നമസ്കാരം. ഇത് നമ്മളുള്ളത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയില് എവിടെയാണ് അരുൺ സാറേ? കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് ആരെ കാണാൻ പോവാണ്? തോമസ് സാറെ കാണാം. തോമസ് സാറെ കാണാൻ പോവാണ്. തോമസ് സാറെ കണ്ടിട്ട് നമ്മള് ഒരു ഡീകമ്പോസർ എന്ന് പറയുന്ന പ്രോഡക്റ്റ്, അതായത് IPL ബയോളജിക്കൽ ഡീകമ്പോസർ. എന്തിനാണ് ഇനാക്റ്റീവ് സെല്ലുകളെ കംപ്ലീറ്റ് കമ്പോസ്റ്റ് ചെയ്യുന്ന ഡീകമ്പോസർ, പ്രീമിയം ഡീകമ്പോസർ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി. അതായത് അരുൺ സാറേ, ഇതെന്താ സംഗതി വെച്ചാല് നമുക്ക് ഈ ബയോളജിക്കലിന്റെ അകത്തൊക്കെ ഏറ്റവും വലിയ ഇഷ്യൂ, ഇപ്പൊ തെങ്ങിന്റെ അകത്തൊക്കെ അകത്തുള്ള ഏറ്റവും വലിയ ഇഷ്യൂ വെച്ചാല് അതിന്റെ അകത്ത് നമുക്ക് ലിഗ്നി എന്ന് പറഞ്ഞുകൊണ്ടുള്ള കണ്ടന്റ് ഉണ്ട്, ആൽക്കലൈൻ കണ്ടന്റ്. ഈ സാധനത്തിനൊക്കെ നമുക്ക് ഡീകമ്പോസിങ് അല്ലെങ്കിൽ അതിനെ വേർതിരിച്ചിട്ട് നമുക്ക് കമ്പോസ്റ്റ് ചെയ്യാന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അതിനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പ്ലൂറോട്ടസ് സ്പീഷീസ് ഒക്കെയാണ് പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചത്. അപ്പൊ പക്ഷെ അതിനൊക്കെ എന്താ വെച്ചാൽ ടൈം എടുക്കും. നമുക്കത് ചെയ്യുമ്പോൾ അതിന്റെ ഒരു പ്രോസസ്സിലൊക്കെ ചെയ്തു പോകണമെന്നുണ്ട്. ഫീൽഡ് ലെവലിൽ അത് ചെയ്തു പോകുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് കോംപ്ലക്സും ആണ്. അപ്പോ ആ ഒരു സാധനത്തിന്റെ അകത്ത് ഈ ഹെമി സെല്ലുലോസ് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കയറി വരുന്നതാണ്. അപ്പൊ ഈ ഇങ്ങനെയുള്ള ഓർഗാനിക് മെറ്റീരിയൽസ് ഒക്കെ ഡീകമ്പോസ് ചെയ്യാന്നുള്ളത് ഇന്നത്തെ കാലത്ത് നമ്മളെ ഫാമേഴ്സിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന്റെ ഒരു ഡെമോ ആണെന്ന് നമ്മളടുത്ത് സാറ് ചോദിച്ചത്. അപ്പൊ നമ്മളിപ്പോ അവിടെ പോയിട്ട് നമ്മൾ ഫീൽഡിന്റെ അകത്ത് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ ഡീകമ്പോസർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഡീകമ്പോസ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ശേഷം ജോഷി സാറേ കാഴ്ച. അപ്പൊ നമ്മള് തോമസ് സാറിന്റെ അടുത്ത് എത്തിയാണ്. സാറേ നമ്മളപ്പോ വ്യക്തിയാണ് പ്രശ്നമല്ല, നമുക്ക് സംഗതി പറഞ്ഞു പോകുകയാണല്ലോ. നമ്മളിപ്പോ എന്താ അറിയാം സാറേ, ഇപ്പൊ നമ്മൾ എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നീളം കമ്മിയുന്നുണ്ട്. നമ്മുടെ തോട്ടത്തിന് എത്രയാണോ അതിനനുസരിച്ച് നമ്മൾ വെക്കുന്നത്. നമ്മൾ വീതി എടുത്തത് ഏകദേശം 1.5 മീറ്റർ എടുക്കും. കാരണം വെച്ചാൽ നമുക്ക് കാറ്റ് എയറോബിക് ആയിട്ടാണ് കമ്പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് കയറി വരാനും നമുക്ക് ഇതിനെ ടേൺ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ 1.5 മീറ്റർ നമ്മൾ എടുത്തതിന്റെ ശേഷം നമ്മൾ ആദ്യത്തെ ബെഡ്, ഇതിപ്പോ എങ്ങനെയാ വെച്ചാൽ 30 സെന്റിക്ക് ആദ്യത്തെ ഒരു ബെഡ് വരും. അതിനുശേഷം ചാണകം ഇടും, നമ്മളെ വളം ഇടും. അതിനുശേഷം നമ്മൾ നമ്മളെ ചേരിച്ചോറുണ്ട്, അതിനുശേഷം ഇടുന്നു. ഇതിന്റെ ഇടയിലൊക്കെ നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു പോകും. അതാണ് ആദ്യത്തെ മൊത്തം കഴിഞ്ഞിട്ട് ഒരു ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നു, അടുത്തതിൻ്റെ അകത്ത് നമ്മൾ ഒഴിക്കുന്നു. അതേപോലെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത് സാറേ. അപ്പൊ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ആഴ്ചയിലുള്ള ടേണിങ്ങും കറക്റ്റൊക്കെ ഈ ഒരു മീറ്റർ ആകുമ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് നമ്മൾ 1.5 മീറ്റർ എടുത്തത്. അപ്പൊ ഇതേപോലെ ചെയ്യുന്നു. നമ്മുടെ പ്ലാൻ അനുസരിച്ച് നമുക്ക് 45 ദിവസത്തിനുള്ളിൽ നമുക്കിത് മൊത്തം പൊടിഞ്ഞു കിട്ടുക എന്നുള്ളതാണ് പ്ലാന്. ഇതിന്റെ അകത്ത് നമ്മൾ ഒരു സ്പെസിഫിക്കേഷനുള്ള ബയോ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിന്റെ അകത്ത് കമ്പോസ്റ്റിംഗ് ആക്കി എടുക്കാൻ പോകുന്നു. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ അകത്ത് നമ്മൾ ചെയ്യുന്ന ഇനോക്കുലം എന്ന് പറയുന്നത് നമ്മുടെ IPLന്റെ പ്രീമിയം ഡീകമ്പോസർ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതാണ് സാർ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത്. നമ്മളത് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ വെച്ചാൽ ഒരു ഫ്രെയിം ആയിട്ട് നമ്മളൊരു കയർ വെച്ച് കെട്ടിയിട്ടുണ്ട്, 4 സൈഡിൽ അതിര് വെച്ച് കെട്ടിയിട്ടുണ്ട്, ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളത് നമ്മൾ ചെയ്യാൻ പോവാണ്. അതിന്റെ അകത്തേക്ക് നമ്മൾ കിടക്കും. ഈ കെട്ടതിന് ശേഷം ഇതിന്റെ അകത്തേക്ക് നമുക്ക് മറ്റേ നമ്മുടെ ഇനോക്കുല ഒഴിക്കണം. അതിന് ശേഷം നമ്മൾ ചാണകം ഇടാൻ പോകുന്നത്. അപ്പൊ ചാണകത്തിന്റെ അകത്ത് നമ്മൾ ഇനോക്കുല ഒഴിച്ചെടുക്കുന്നു. ആ രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. നമ്മുടെ ആദ്യത്തെ ബെഡ് റെഡി ആയിട്ടുണ്ട്. ബെഡ് എന്ന് പറയുന്നത് നമ്മുടെ ഏകദേശം 1 അടീന്റെ അടുത്ത് നമ്മൾ കരിയിലാണ് നമ്മൾ താഴെ ഇട്ടത്. നമ്മുടെ പിന്നെ പറമ്പിന്റെ അകത്ത് നോക്കി കിട്ടുന്ന കരിയിലൊക്കെയാണ് നമ്മൾ ഇട്ടത്. അപ്പൊ ഇതിന്റെ അകത്തേക്ക് നമ്മളുടെ ആദ്യത്തെ റൗണ്ട് ആയിട്ടുള്ള നമ്മളുടെ സൊല്യൂഷൻ ഒഴിച്ചു പോകണം. അപ്പൊ നമ്മൾ എടുത്തത് വെച്ചാൽ 200 ലിറ്ററിന്റെ ടാങ്ക് ആണ് എടുത്തത്. 200 ലിറ്റർ ടാങ്കിന്റെ അകത്തേക്ക് നമ്മുടെ പ്രീമിയം ഡീകമ്പോസർ നമ്മൾ ഏകദേശം 1 ലിറ്റർ ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു നനവാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് എല്ലാ സ്ഥലത്തേക്കും നമുക്ക് വെള്ളം വരുന്ന രീതിയിൽ നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുന്നു. അത്രയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിന്റെ അകത്തേക്ക് നമ്മളിത് പോർ ചെയ്യാണ്. ഒഴിച്ചു വെള്ളം വെള്ളത്തിന്റെ അകത്തേക്ക് നമ്മൾ ഡീകമ്പോസർ ഒഴിക്കുന്നു. കലക്കി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം അതിനകത്ത് ഒഴിക്കാം. എടുത്തതിൽ ഒഴിക്കും. ഇപ്പൊ നമ്മളുടെ 200 ലിറ്ററിന്റെ അകത്തേക്ക് നമ്മൾ റെഡിയാക്കിയാണ്. ഇതാണ് നമ്മൾ ആദ്യത്തെ അകത്തേക്ക് നമ്മൾ ഒഴിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഒരു 50% മേലെ നമ്മൾ ഷെയ്ഡ് കൊടുക്കും. നല്ല രീതിയിൽ ഷെയ്ഡ് കൊടുത്തിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് അതിന്റെ മേലെ നമ്മളൊരു മൂടലും കൂടി ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള സണ്ണിന്റെ
ഒരു ഇത് വരാണ്ടിരിക്കാൻ, ചൂട് വരാണ്ടിരിക്കാൻ മോയ്സ്ചർ നമ്മൾ നിലനിർത്തണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തു പോകുന്നത്. നമ്മൾ എന്താ വെച്ചാൽ നേരിട്ടുള്ള പിന്നെ സൺലൈറ്റ് ഇതിനകത്തേക്ക് കൊള്ളിക്കില്ല. ഈ ഒരു ഇതിനകത്ത് ചെറിയൊരു നനവ് മാത്രം, ഈ ഒരു ചെറിയൊരു നനവ് മാത്രം നമുക്ക് ഇതിന്റെ മേലെ കിട്ടിയാൽ മതി. എല്ലാ സ്ഥലത്തും ആവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ ഒഴിച്ചു ചെയ്യാം. ഇനി നമുക്ക് ഇതിന്റെ മേലേക്ക് ചാണകം ഇടാം. നമ്മളിപ്പോ ആദ്യം ഇതിന്റെ അകത്ത് എന്താ പറയാ കരിയിലിട്ടു. അതിന്റെ അകത്ത് എന്താ വെച്ചാൽ നമ്മളുടെ ഒരു ലെയറിന്റെ അകത്ത് നമ്മൾ ചാണകം ഇട്ടു. ചാണകത്തിന്റെ മേലെയായിട്ട് നമ്മളിപ്പോ അതേ ഒരു ലെയറിന്റെ അകത്ത് നമ്മളിപ്പോ എന്താ ഇടുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കൊക്കോ പിറ്റ്. ഇതിന്റെ അത് ഫൈബറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫൈബറുള്ളതാണ് നല്ലത്. കാരണം നമുക്ക് കമ്പോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് അതിന്റെ അകത്ത് നല്ലത്. സാറ് ഇതിന്റെ അകത്തുണ്ടല്ലോ, സാറ് കുറച്ചു മുന്നേ എന്നോട് ഒരു സാഞ്ചിന് പൈസ ചോദിച്ചില്ലേ അതുള്ള ലിഗ്നിനെ പറ്റി. നമ്മുടെ ഈ ചേരിച്ചോറില്ല, ഈ കാണുന്ന ഈ ചേരിച്ചോറിന്റെ അകത്ത് ഈ നാരിന്റെ അകത്താണ് ഈ പറഞ്ഞ ലിഗ്നിന്റെ കണ്ടന്റ് ഉള്ളത്. അതേപോലെ തന്നെ ഇതിന്റെ അകത്ത് പിന്നെ വരുന്ന ഒരു ഹാർഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത് സെല്ലുലോസാണ്. ആ സെല്ലുലോസ് നമുക്ക് കാണുന്നത് ഈ നാരിന്റെ അകത്താണ്. അതിന്റെ കൂടെ തന്നെ ഹെമി സെല്ലുലോസ്. ഈ 3 സാധനമാണ് ശരിക്കും പറയാ ചെയ്യാല് നമ്മളുടെ ഈ ചകിരിക്കച്ചോറ് കമ്പോസ്റ്റിങ്ങിന്റെ അകത്തുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ വെച്ചാല് പ്ലൂറോട്ടസ് സ്പീഷീസ്, നമ്മളെ പ്ലൂറോട്ടസ് ഉണ്ടല്ലോ, നമ്മളെ ചിപ്പിക്കൂണിന്റെ സ്പോർ, നമ്മുടെ പിറ്റ് പ്ലസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളുടെ ആ സാധനത്ത് ഇട്ടിട്ടാണ് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെ നമ്മളുടെ ഇപ്പോഴത്തെ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നതിന്റെ അകത്തുള്ള കമ്പോസ്റ്റിംഗ് മെത്തേഡിന്റെ അകത്ത് നമ്മൾ അതൊരു ഫംഗസ് ആണ്. നമ്മളിപ്പോ ഇതിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ ഒരു ഫംഗസിന്റെ അതേപോലെ തന്നെ നമ്മുടെ ബാക്ടീരിയകളുടെ ഒരു കോംപ്ലക്സ് കൂടിയാണ് നമ്മളിപ്പോ ചെയ്തു പോകുന്നത്. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ഇതേപോലെയുള്ള ഹാർഡ് മെറ്റീരിയലും നമുക്ക് കമ്പോസ്റ്റിംഗ് ആയി കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഉള്ളിലുള്ളതിൻ്റെ അകത്തും നമുക്ക് കമ്പോസ്റ്റിംഗ് കിട്ടും. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഇതിനകത്ത് വരുന്ന വെച്ചാൽ പിത്തിയത്തിന്റെ സ്പീഷീസ്, അതേപോലെ തന്നെ നമുക്ക് വരുന്ന കൊളട്രോട്രൈക്കം, അങ്ങനത്തെ കുറെ എന്താ പറയാ നമുക്ക് പ്രതികൂലമായിട്ട് വരുന്ന കുറെ ഫംഗസിന്റെ സ്പീഷീസ് ഉണ്ട്. അതിനൊക്കെ നമ്മളുടെ രോഗാരികളെയൊക്കെ എന്താ പറയാ ഫുൾ ആൻഡ് ഫുൾ ആയിട്ട് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യുക എന്നുള്ള ഒരു പ്രക്രിയയും കൂടി നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. നമ്മൾ അഗ്രികൾച്ചറിന്റെ അകത്ത് നമുക്കൊരു വളത്തിന് വേണ്ടി പോകുന്ന സമയത്ത് നമുക്ക് ഈ രോഗകാരികളെയും കൂടി അടിച്ചമർത്തിയിട്ടുള്ള ഒരു കമ്പോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ പ്രീമിയം ഡീകമ്പോസർ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ കരിയിലിട്ടു. കരിയിലേക്ക് മേലെ നമ്മളുടെ ഈ പ്രീമിയം ഡീകമ്പോസർ എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം 1 ലിറ്റർ നമുക്ക് 200 ലിറ്റർ വെള്ളത്തിനകത്തേക്കാണ്. അപ്പോൾ അത് നമ്മളൊരു ലെയർ ഇട്ടു. അതിന്റെ മേലെ നമ്മൾ എന്താ വെച്ചാൽ കോഴിക്കാട്ട് ഇട്ടു. അത് നമ്മൾ എന്താ വെച്ചാൽ തിരിച്ച് ഡീകമ്പോസർ ഉപയോഗിച്ചിട്ട് ഒരു ലെയർ ഒഴിച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ചകിരിച്ചോറ് ഇട്ടു. അതിനുശേഷം നമ്മളെ കരിയിലിട്ടു. അങ്ങനെ ഒരു സാൻഡ്വിച്ച് മോഡലായിട്ട് നമ്മൾ ഏകദേശം 90 സെന്റിമീറ്ററിന്റെ അടുത്തുള്ള ഒരു ബെഡ് നമ്മൾ ഉണ്ടാക്കിയെടുത്താണ്. ഇങ്ങനെ ചെയ്തതിൻ്റെ അകത്ത് നമ്മൾ എന്താ വെച്ചാൽ 10 ദിവസം കൂടുമ്പോൾ ഇവനെ ഇനി തിരിച്ചോട്ടിരിക്കും. നമ്മൾ ഡെയിലി നമ്മൾ ഒരു വാട്ടർ, നല്ലൊരു നന നമ്മൾ ഇതിന് കൊടുക്കണം. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു കമ്പോസ്റ്റിന്റെ ബെഡ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് ആണ് ഇന്നത്തെ ഒരു പ്രക്രിയ എന്ന് പറയുന്നത്. ഇത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാണ് നമ്മുടെ 200 ലിറ്ററിൻ്റെ അകത്തുള്ള 200 ലിറ്ററിൻ്റെ അകത്ത് നമ്മൾ എന്താ വെച്ചാൽ ഈ ഡീകമ്പോസറിൻ്റെ നമ്മളിത് ഇനോക്കുലം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മേലെ ഇതിനടുത്ത് നമ്മൾ ചാണകം ഇട്ട് കൊടുക്കും. ഈ ഒരു രീതിയിലാണ് നമ്മളുടെ ഈ ഒരു ബെഡ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പം ഇതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.